السلام عليكم ورحمة الله وبركاته. مرحبا بكم مجددا إلى قناة زاد ടോക്സ്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നടന്ന ഇഗ്നോ MA അറബിക് പ്രോസ് ആൻഡ് പോയട്രി എന്ന വിഷയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നുള്ളത്. 7 ക്വസ്റ്റ്യനാണ് ഉള്ളത്. 5 അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതം. പിന്നെ 2 ഭാഷയിലും അറബിയിലും ഇംഗ്ലീഷിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ ലാംഗ്വേജിൽ ആൻസർ ചെയ്യാവുന്നതാണ്. അറബിയാണ് കൂടുതൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യുക. ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോട്ട്സ് ആൻസേഴ്സിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോവിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. താഴെ കൊടുത്തുള്ള പാരഗ്രാഫ് വായിക്കാൻ ശേഷം 5 ക്വസ്റ്റ്യനാണ് നൽകിയിട്ടുള്ളത്. അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കലാണ്. അപ്പോൾ എന്താണ് ആ പാരഗ്രാഫിൽ ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ നല്ലത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾക്ക് ആ പാരഗ്രാഫ് വായിക്കാം. وكان في منزل منفرد بين تلك القرى امرأة وبقربها وحيدها ينظر تارة إلى عشيئة النار وطورا إلى وجه أمه الهادي. ഒരു ഗ്രാമത്തിൽ ഒരു വീടുണ്ടായിരുന്നു. അവിടെ താമസക്കാരാരാണ്? ഒരു പെണ്ണും അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ അടുത്ത് ആ പെണ്ണിൻ്റെ കുട്ടിയുണ്ട്, വഹീദ്. ആ കുട്ടിയാണെങ്കിലോ എന്തൊരു താറത്തൻ ഇല അഷിഅത്തിനാർ. അഷിഅത്തിനാർ എന്നൊക്കെ പറഞ്ഞാൽ സൂര്യകിരണം എന്ന് അർത്ഥം വെക്കാം, അല്ലെങ്കിൽ തീയുടെ രശ്മികൾ, റൈസ് എന്നും നമുക്ക് അർത്ഥം വെക്കാൻ പറ്റും. വത്തൗറൻ ഇല വജി ഇലഹദി, ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അസിഫത്തി റിയാഹ് ബിഷിത്ത, കൊടുങ്കാറ്റടിച്ച് വീശുന്നുള്ളത്. വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ആടാൻ തുടങ്ങി. വഹസത്ത് അർക്കാൻ ദാലിക്കൽ ബൈത്ത് ഫദഅറസ്സുബി, കുട്ടി പേടിച്ചു. അങ്ങനെ ആ കുട്ടി വഖ്തറബ മിൻ ഉമ്മിഹി മുഹ്തമിയൻ, ബിജൻബിഹ എന്നല്ല ബിജംബിഹ എന്നുള്ളത്, അവിടെ ഉള്ള മിസ്റ്റേക്സ് ആണ്. വഖ്തറബ മിൻ ഉമ്മിഹി മുഹ്തമിയൻ ബിജംബിഹ മിൻ ഖലബിൽ അനാസിർ. ഈ അനാസിർ കൊടുങ്കാറ്റിനെ പേടിച്ചുകൊണ്ട് ആ ഉമ്മയോട് ആ കുട്ടി അടുക്കാണ്. അപ്പോൾ ഉമ്മ ഫളമ്മതുഹു ഇലാ സദ്രിഹ, മാറോട് ചേർത്ത് പിടിച്ചു. വഖബ്ബലതുഹു, ചുംബിച്ചു. സുമ്മ അജ്ലസതുഹു അലാ റുക്ബതൈഹ വഖാലത്ത്, പറഞ്ഞു കൊടുക്കാണ് ലാ തജ്സ, പേടിക്കരുത്. അതായത് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഉറച്ചു നിൽക്കണം എന്നുള്ള ആ രീതിയിലാണ് ഉമ്മ അവിടെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഉമ്മ ആ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രകൃതി ഈ ഒരു മനുഷ്യനെ ഉപദേശിക്കുകയാണ്, ഒരു ഗുണപാഠം നൽകുകയാണ്, ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അവിടെ തൊബിയത്ത്, ഈ കൊടുങ്കാറ്റ് മുഖേന. ഫത്തൊബിയത്തു തുരീദു അൻ തഇലൽ ഇൻസാന മദ്ഹറത ആലുമതിഹ, പ്രകടിപ്പിക്കുകയാണ്, അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ് ആരുടെ മുമ്പിൽ? ഈ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ. അതുകൊണ്ട് നീ പേടിക്കരുത് എന്നുള്ള രീതിയിൽ ഉമ്മ മകൻക്ക് ഉപദേശം, ആ കുട്ടിക്ക് ഉപദേശം നൽകുകയാണ്. അതിനുശേഷം പറയാണ്, ഈ ഇതിനൊക്കെ പിറകിൽ ഫമിൻ വറാഇ സുലൂജിൽ മുതസാഖിത വൽ ഖുയൂമിൽ മുതലബ്ബദ വൽ റിയാൽ ആസിഫ, ഇതിന് പിന്നിലൊക്കെ അവിടെ റൂഹുൻ ഖുദ്ദൂസുൻ കുല്ലിയുൻ ആലിമുൻ ബിമാ തഹ്താജു ഇലൈൽ ഹുക്കൂലു വൽ ആക്കാം, എല്ലാം അറിയുന്ന ഒരു ശക്തി അവിടെയുണ്ട്. അത് തന്നെയാണ് ശേഷമുള്ള വരിയിലും പറയുന്നുള്ളത്. മിൻ വറാഇ കുല്ലി ഷൈഇൻ ഖുവ്വ നളറത്തുൻ ഇലാ ഹഖാറത്തിൽ ഇൻസാൻ ബിഐനി ഷഫഖതി വറഹ്മ, കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു ശക്തി ഇതിൻ്റെ പിറകിലൊക്കെ ഉണ്ട് എന്നുള്ള വിഷയം ആ ഉമ്മ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു പാരഗ്രാഫ് നമ്മൾ മനസ്സിലാക്കിയാൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഫസ്റ്റ് വായിക്കും. മൻ കാനു ഫി മൻസിലിൻ മുൻഫരിദിൻ, ആരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നുള്ളത്? ഇമ്രാത്തുൻ വബിഖുർബിഹ വഹീദുഹ, ഇമ്രാത്തുൻ വതിഫ്ലുഹ, പെണ്ണും അവളുടെ കുട്ടിയുമാണ് ആ വീട്ടിലുണ്ടായിരുന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. മാദാ കാന യഅമലു തിഫ്ൽ ഇൻദമാ അസിഫത്തി റിയാഹ ബിശിദ്ദ, എന്താണ് കുട്ടി ചെയ്തിരുന്നുള്ളത്? നമ്മൾ പറഞ്ഞു യൻദുറു താറത്തൻ ഇലാ അശിഅത്തിന്നാർ വതൗറൻ ഇലാ വജ്ഹി ഉമ്മിഹിൽ ഹാദി, അശിഅത്തിന്നാറിലേക്ക് ചില സമയം നോക്കും, അല്ലെങ്കിൽ ഉമ്മയുടെ മുഖത്തേക്കാണ് ആ കുട്ടി നോക്കിക്കൊണ്ടിരുന്നുള്ളത്.
മൂന്നാമത്തെ ക്വസ്റ്റ്യനോ ലിമാദ ഇഖ്തറബ തിഫ്ലു മിൻ ഉമ്മിഹി, എന്തുകൊണ്ടാണ് ഉമ്മയോട് ആ കുട്ടി അടുത്തുള്ളത്? കാരണം എന്താണ്? മിൻ ഖലബിൽ അനാസിർ, അനാസിറിനെ പേടിച്ചുകൊണ്ടാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പാരഗ്രാഫ് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. 4 മാതാ ഫഅലത്തിൽ ഇൻദമ ഇഖ്തറബ തിഫ്ലു മിൻഹ, കുട്ടി ഉമ്മയോട് അടുത്ത സമയത്ത് ഉമ്മ എന്താണ് ചെയ്തത്? ഫളമ്മത്ഹു ഇലാ സദ്രിഹ, മാറോട് ചേർത്ത് പിടിച്ചു, ചുംബിച്ചു. പിന്നീട് ഉപദേശം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നീ എന്ത് ചെയ്യരുത്? പേടിക്കരുത് എന്ന് പറഞ്ഞു. 5 അവസാന ക്വസ്റ്റ്യൻ അയ്യു ദർസിൻ യുംകിനു ഇസ്തിഖ്ലാസുഹു മിൻ ഹാദിഹി ഖിസ്സ, ഈ ഒരു കിസ്സയുടെ ഗുണപാഠം എന്താണ്? ഈ ഒരു കിസ്സയുടെ ഗുണപാഠം എത്ര വലിയ പ്രയാസങ്ങൾ വരുമ്പോഴും അതിനെ നേരിടാൻ പഠിക്കണം, പേടിക്കരുത്, പേടിച്ച് പിന്മാറരുത്. പിന്നെ ഒരു മനുഷ്യൻ ഇതിനൊക്കെ പിന്നിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും അതിൻ്റെ പിന്നിലൊക്കെ ഒരു ശക്തിയുണ്ട്. ബിഐനി ഷഫഖത്തി വറഹ്മ, നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കണം. ഓക്കെ, തബിയത്ത് മനുഷ്യന് അതിൻ്റെ ഒരു അളമത്ത് കാണിക്കുകയാണ്. അതായത് മനുഷ്യൻ ഇങ്ങനെയാണ്, അതിനേക്കാൾ വലിയൊരു ശക്തി പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനുഷ്യന് കാണിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതൊക്കെ ഗുണപാഠമൊക്കെയാണ് ഇതിൽ ഉള്ളത് ഈ ഖിസ്സയിൽ. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൈഗ്രന്റ് ലിറ്ററേച്ചർ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ പോയറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. മൈഗ്രന്റ് ലിറ്ററേച്ചർ അറബിയിൽ നമ്മൾ അദബുൽ മഹ്ജർ എന്നാ പറയാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയാണ്, ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ പോയറ്റ്സ് അസോസിയേറ്റഡ് വിത്ത്, പിന്നെ അതിലെ ഷുഅറാക്കൾ, കവികളുടെ ചെറിയൊരു റെഫറൻസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ പറയുന്നുണ്ട്. മൈഗ്രന്റ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ഇത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഈ ഒരു മൈഗ്രന്റ് ലിറ്ററേച്ചർ അറബിക് ലിറ്ററേച്ചറിൽ വരുന്നുള്ളത്. ഉസ്മാൻ ഖിലാഫത്ത് തകർന്നതിന് ശേഷം കൊളനൈസേഷൻ നടക്കുകയാണ് പല നാടുകളിലും. അത് കാരണത്താൽ ഫോഴ്സ്ഫുള്ളി സ്വന്തം നാടിനെ വിട്ട് പലായനം ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ അവരുടെ വേദനകളും യാതനകളും എഴുതിയതാണ് പിന്നീടത് ഒരു ലിറ്ററേച്ചർ, ഒരു മൈഗ്രന്റ് ലിറ്ററേച്ചർ എന്നുള്ളൊരു ഫന്നായി, വേറൊരു ഫന്നായി തന്നെ അത് മാറുന്നുള്ളത്. അദബുൽ മഹ്ജർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ചോദിക്കുന്നുള്ളത്. നമ്മൾ വിഷയം കൃത്യമായി മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസുകൾ നമ്മൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അതിൽ വോയിസ് ഓഫ് മാർജിനലൈസ്ഡ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൻ്റെ വോയിസ് ആണ് സത്യത്തിൽ ഈ ഒരു ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ. അവരുടെ ഐഡൻറ്റിറ്റിയെ പറ്റി, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റി, അവർ സ്വന്തം നാട്ടിലേക്കുള്ള അവരുടെ ആഗ്രഹം, ബിലോങ്ങിങ്ങിനെ പറ്റിയൊക്കെ ഈ ഒരു ലിറ്ററേച്ചറിൽ കൃത്യമായി പ്രതിഫലിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്നുള്ളത്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്, ഒന്ന് കൃത്യമായിട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രി, അതായത് എന്താണ് സാമൂഹികമായിട്ട് ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥ കൃത്യമായിട്ട് ഇതിലൂടെ ചിത്രീകരിക്കുന്നുണ്ട്. ലോക ജനതകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രി ഫസ്റ്റ് വൺ. സെക്കൻഡ്, പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്, അവരുടെ നാട്ടിലുള്ള കൾച്ചർ എന്തായിരുന്നു, അവർ പലായനം ചെയ്ത് എത്തിയ നാട്ടിൻ്റെ കൾച്ചർ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടുക ചെയ്യും ഈ ഒരു പുതിയൊരു ഫന്ന് മൈഗ്രന്റ് ലിറ്ററേച്ചർ വരലോട് കൂടെ. നമ്മൾക്ക് മഹ്മൂദ് ദർവേഷിൻ്റെ ഒരു ബിത്താഖത്തുൽ ഹുവിയ ഒരു കവിതയുണ്ട്, അൻ അറബിയുൻ സജ്ജിൽ അൻ അറബി. അതിലൊക്കെ ഫലസ്തീൻ്റെ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നതായിട്ട് കാണാം. നമ്മൾ അതിലുള്ള ഷുഅറാകളെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആരൊക്കെയാണ് എന്നുള്ളത് രീതിയിൽ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രി. സെക്കൻഡ് വൺ പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്. നമ്മളെ കൾച്ചറൽ ഹെറിറ്റേജ് പറയാൻ കാരണം ഇതൊരു സ്റ്റോറി ടെല്ലിങ്, കൃത്യമായിട്ട് അവരുടെ കസ്റ്റംസുകൾ, അവരുടെ ചര്യകൾ, അല്ലെങ്കിൽ മൂല്യങ്ങളുടെ, അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ്, ഹിസ്റ്റോറീസ്, ചരിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ പ്രതിഫലിക്കുന്നുണ്ടാവും. അതാണ് പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇൻസൈറ്റ് ഇൻടു ദ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, അവരനുഭവിച്ച വേദനകൾ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ വരച്ച് കാണിക്കുന്നുണ്ടാവും, പോർട്രേ ചെയ്യുന്നുണ്ടാവും.
ചാലഞ്ചസ് ദ നോഷൻ ഓഫ് നാഷണൽ ഐഡന്റിറ്റി. അവർ പുതിയൊരു രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അനുഭവിക്കുന്നുള്ള പ്രശ്നങ്ങളും അതിൻ്റെ വെല്ലുവിളികൾ കാര്യങ്ങളൊക്കെ അവരതിൽ പറയുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ലിറ്ററേച്ചർ വരലോടുകൂടെ അത് സ്വന്തം ഡിസ്പ്ലേസ്ഡ് ആയ ആളുകൾക്കൊരു ഹീലിംഗ് ആണ്. സ്വന്തം അവർക്ക് അവരുടെ ഫീലിങ്ങിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ സമാധാനം കണ്ടെത്താൻ ഈ ഒരു ലിറ്ററേച്ചർ മുഖേന അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മൈഗ്രൻ്റ് ലിറ്ററേച്ചർ വരലോടുകൂടെ കോൺട്രിബ്യൂഷൻ ടു ഗ്ലോബൽ ലിറ്റററി ഹെറിറ്റേജിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ ഈ ഒരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത കലകൾ, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്, വ്യത്യസ്ത ജോണറുകൾ ഈ ഒരു ഭാഗത്തിൽ വരാൻ തുടങ്ങി. മീൻസ് റിവായാത്തുകൾ വരാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്ലേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ വരാൻ തുടങ്ങി. ഖിസ്സ സഗീറ ചെറുകഥകൾ വരാൻ തുടങ്ങി. ഇതൊക്കെ ഈ ഒരു മൈഗ്രൻ്റ് ലിറ്ററേച്ചറിൻ്റെ ഇമ്പോർട്ടൻസിൽ നമ്മൾക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു ലോക ജനതയ്ക്ക്, അതായത് വേൾഡ് തന്നെ എന്താണ് ഒരു പ്രദേശത്ത് സംഭവിക്കുന്നത് എന്നുള്ള സംഭവ വികാസങ്ങൾ അറിയാൻ വേണ്ടി ഈ ലിറ്ററേച്ചർ കാരണമായി. ഇതൊക്കെ നമ്മളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൽ നമ്മൾക്ക് പറയാൻ പറ്റും. ഓക്കെ. പിന്നീട് അതിലുള്ള ഷുറാക്കളെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നാം പറഞ്ഞു മഹ്മൂദ് ദർവീഷ്, ഇത് ഫതുവ തൂക്കാൻ, ഇവരൊക്കെ ഫലസ്തീനിലെ വിഷയങ്ങളൊക്കെ കൃത്യമായി അവതരിപ്പിച്ചവരാണ്. പിന്നെ ഈലിയ അബു മാലിയെ പോലെയുള്ള കവി, അതുപോലെ തന്നെ ഇല്യാസ് ഫർഹാത്ത്, ഇവരൊക്കെ ലബ്നാനി കവികളാണ്, പോയറ്റ്സുകളാണ്. മിഷേൽ നുഅ്മാൻ മഅ്ലൂഫ്, റഷീദ് സലീം അൽ ഖൂരി, അവിടെ ഒരു 6 കവികളെ പേരാണ് പറഞ്ഞത്. ഈലിയ അബു മാലി, ഇല്യാസ് ഫർഹാത്ത്, മഹ്മൂദ് ദർവേഷ്, മിഷേൽ നുഅ്മാൻ മഅ്ലൂഫ്, റഷീദ് സലീം അൽ ഖൂരി, അങ്ങനെ പല കവികളും ഈ ഒരു അദബുൽ മഹ്ജറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ടെസ്റ്റിൽ നോക്കാവുന്നതാണ്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അദബുൽ മഹ്ജറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഇതെന്ന് വെച്ചാൽ, അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, അവിടെയുള്ള അവരനുഭവിച്ച പ്രശ്നങ്ങൾ സോഷ്യലിയായി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയി എക്കണോമിക്കലി ആയിട്ടുള്ള അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ലോക ജനതകൾക്ക് ഈ ഒരു ലിറ്ററേച്ചർ വരലോടുകൂടി അറിയാൻ സാധിച്ചു അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. പല ഇമ്പോർട്ടൻസുകളും 5ഓളം ഇമ്പോർട്ടൻസുകൾ പറഞ്ഞു. പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇൻസൈറ്റ് ഇൻ ടു ദ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ചാലഞ്ചസ് ദ നോഷൻ ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രി, ഹീലിംഗ് ആൻഡ് തെറാപ്പി ഫോർ ദ മൈഗ്രൻ്റ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ടു ഗ്ലോബൽ ലിറ്റററി ഹെറിറ്റേജ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ട്രേസ് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അറബിക് ഡ്രാമ. അറബിക് ഡ്രാമയുടെ ഡെവലപ്മെൻറ്റും ഒറിജിനുമാണ് നമ്മളോട് ചോദിക്കുന്നുള്ളത്. അവിടെ അറബിക് ഡ്രാമയുടെ ഒറിജിൻ ചോദിക്കാൻ കാരണം, അറബിക് ലിറ്ററേച്ചറിൽ ഡ്രാമ എന്നുള്ളത് പുതിയൊരു ഫന്നാണ്. 18ാം നൂറ്റാണ്ട് അവസാനത്തിലൊക്കെയാണ് മസ്രഹിയ എന്നുള്ള ഫന്ന് അറബിക് ലിറ്ററേച്ചറിൽ രൂപം കൊള്ളുന്നുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ ഒറിജിന് ഗ്രീക്കാണ്. അതായത് യൂറോപ്പ് കൺട്രീസിലാണ് ഡ്രാമ എന്നുള്ളത് ആദ്യം തുടങ്ങുന്നുള്ളത്. ഗ്രീക്കിൽ അവരുടെ മതകീയ വിശ്വാസങ്ങളെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രാമ ഉപയോഗിച്ചിരുന്നുള്ളത്. ആദ്യം ഗ്രീക്കിലും പിന്നീട് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അങ്ങനെ യൂറോപ്പിലുള്ള പല കൺട്രികളിലും രാജ്യങ്ങളിലും ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അറബികൾ ഗർബിനോട് കൂടുതൽ തവാസുൽ കണക്ട് ചെയ്യുകയും അവരോട് കൂടിക്കലരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ള ഉലൂമുകളെ അല്ലെങ്കിൽ ഫുനൂനുകളെ, ആർട്സുകളെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പിന്നീട് അത് ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മസ്രഹിയ എന്നുള്ളൊരു ഫന്ന് അറബിക് ലിറ്ററേച്ചറിൽ പുതിയതായിട്ട് രൂപം കൊള്ളുന്നുള്ളത്. അറബിക് ഡ്രാമയുടെ ഡെവലപ്മെൻറ്റ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒറിജിന് ഗ്രീക്കിലാണെന്ന് പറഞ്ഞു. യൂറോപ്പ് കൺട്രീസിലാണ് വ്യാപകമായിട്ട് ഇതുണ്ടായിരുന്നുള്ളത്, ഈ ഒരു മസ്രഹിയ എന്നുള്ളൊരു ഫന്ന്, ഡ്രാമ എന്നുള്ളൊരു ഫന്ന്. പക്ഷേ അസ്റുൽ ഖദീമിലും പല ഹിക്കായത്തുകൾ കാണാൻ പറ്റും. നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു അറബിക് ഡ്രാമയുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് അസ്റുൽ ഖദീമിൽ അബ്ബാസിയ കാലഘട്ടത്ത് മഹ്ദി ഖലീഫയായിരിക്കുന്ന സമയത്ത് ഒരു റജുലുൻ സൂഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും എങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ളത്, അവരുടെ ആ ഒരു
സ്വഭാവ രീതി ചിത്രീകരിക്കുമായിരുന്നു എന്നുള്ള ഒരു ഹിക്കായത്ത് കാണാൻ പറ്റും. പിന്നീട് അയ്യൂബിഡ്സിന്റെ കാലഘട്ടത്താണ് ഒരു ഫിക്ഷൻ നോവലുകളൊക്കെ അറബിയിൽ വരുന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ ദാനിയാൻ. അദ്ദേഹത്തിന്റെ 2 നോവലുകളുണ്ട്. അൽ അജീബുൽ ഗരീബ്, പിന്നൊന്ന് അൽ ആഷിഖുൽ മജ്നൂൻ. ഇതൊക്കെ മസ്രഹിയത്തിനോട് കൂടുതൽ സാമ്യത ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്നുള്ള അതേ രീതിയിൽ പല ഫന്നുകളൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളതും അതിനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളതൊക്കെ 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. أول من قام بتعريف العالم العربي بفن المسرحية هو മാറൂൻ നിഖാഷ്. മാറൂൻ നിഖാഷ് ആണ് ആദ്യമായിട്ട് അറബ് ലോകത്തേക്ക് ഈ ഒരു ഫന്നുൽ മസ്രഹിയ ഡ്രാമ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നുള്ളത്. മാറൂൻ നിഖാഷ് ലബനാൻകാരനാണ്. അദ്ദേഹം യൂറോപ്പ് കൺട്രീസിലേക്ക് കച്ചവടക്കാരനും കൂടിയാണ്. യൂറോപ്പ് കൺട്രീസിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെയുള്ള പല ഫന്നുകളെയും അദ്ദേഹം മനസ്സിലാക്കുന്നു. പിന്നീട് അതിനെ അറബിയിലേക്ക് നക്ല് ചെയ്യുകയും അതിനെ ഡെവലപ്മെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. അദ്ദേഹത്തിന്റെ മസ്രഹിയാണ് അൽ ബഖീൽ, അതുപോലെ തന്നെ അൽ ഹസൂദ് അസലീത്ത്. ഞാൻ പല ആളുകളെയും എഴുത്തുകാരെയും ഞാൻ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആൻസറിൽ വന്നാൽ ഏറ്റവും കൂടി നന്നാവും. അതുപോലെ തന്നെ മിസറിൽ ഈ ഒരു മൂപ്പര് ലബനാൻകാരനാണ് മാറൂൻ നിഖാഷ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു മസ്രഹിയത്തിന്റെ ഫന്നിനെ അറബ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുള്ളത്. മിസ്റിൽ ഈ ഒരു ഫന്നിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുള്ളത് യഅ്കൂബ് ബിൻ സനൂഅ്. അദ്ദേഹത്തിന്റെ മസ്രഹിയാണ് അൽ വത്തൻ വൽ ഹുരിയ എന്നുള്ളതൊക്കെ. പിന്നീട് അതിന്റെ ശേഷമാണ് സലീം നിഖാഷ് വരുന്നുള്ളത്. അദ്ദേഹത്തിന്റെ മസ്രഹിയാണ് ആയിദ, കദൂബ് എന്നുള്ളതൊക്കെ. സിറിയയിൽ ഈ ഒരു മസ്രഹിയത്തിന്റെ മുഅസ്സിസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുള്ളത് അഹ്മദ് അബുൽ ഖലീൽ അൽ ഖബാനി എന്നുള്ള ആളാണ്. പിന്നീട് ഓരോ എഴുത്തുകാരെയും ഞാൻ പറയുകയാണ് ഈ ഒരു മസ്രഹിയ മേഖലയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ആളുകൾ. പിന്നീടാണ് മുഹമ്മദ് തൈമൂർ വരുന്നുള്ളത്. അതിന്റെ കാലം കൂടുതൽ ശ്രദ്ധിക്കുക. 1817 മാറൂൻ നിഖാഷ് 1855 വരെ. മുഹമ്മദ് തൈമൂർ വരുന്നുള്ളത് 1892 1921 ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ മസ്രഹിയാണ് അൽ ഉസ്ഫൂർ എന്നുള്ളത്. പിന്നെ ഇബ്രാഹിം റംസി വരുന്നു. ഞാൻ പറഞ്ഞു ഇവരെ പാശ്ചാത്യ ലോകത്ത് ഡ്രാമയുടെ പല മോഡലുകൾ ഉണ്ടായിരുന്നു. ട്രാജഡി, അതുപോലെ തന്നെ കോമഡി സാധനങ്ങളൊക്കെ. ഇബ്രാഹിം റംസി ആണ് അറബ് ലോകത്ത് ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ് അല്ലെങ്കിൽ കോമഡി ഡ്രാമാസുകളൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുള്ളത് ഇബ്രാഹിം റംസിയാണ്. അദ്ദേഹത്തിന്റെ ഡ്രാമയാണ് അൽ ഹാക്കിം ബി അംരില്ല എന്നുള്ളത്. അത് മസ്രഹിയ താരിഖിയാണ്. ഈ ഒരു കാലഘട്ടത്ത് മിസ്രിയ ഗവൺമെന്റ്, ഈജിപ്ത് ഗവൺമെന്റ് ഈ ഒരു മസ്രഹിയത്തിന് വേണ്ടി ഒരു കമ്മിറ്റി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ അംഗങ്ങളാണ് അഹ്മദ് മാഹിർ, മുസ്തഫ അബ്ദുൾ റാസിഖ്, ത്വഹ ഹുസൈൻ, തൗഫീഖുൽ ഹക്കീം, ഖലീൽ മിത്രാൻ ഒക്കെ. ഇതൊക്കെ നമ്മളുടെ എഴുത്തിൽ വന്നാൽ ഏറ്റവും കൂടി നന്നാവെന്ന് പറയാം. പിന്നീട് മസ്രഹിയ 2 രീതിയിൽ വരുന്നുണ്ട്, പദ്യവും ഗദ്യവുമായിട്ട്. അപ്പോൾ മിൻ അഹമ്മി കുത്താബിൽ മസ്രഹിയ അന്നസരിയ തൗഫീഖുൽ ഹക്കീം. അതിന്റെ ശേഷമാണ് സാനി അക്ബർ മസ്രഹി ഫി കിതാബത്തിൽ മസ്രഹിയ അന്നസരിയാണ് അലി അഹമ്മദ് ബാക്കഫീർ. ഓക്കെ, അദ്ദേഹത്തിന്റെ ലഹു മസ്രഹിയാത്ത് താരിഖിയ വജ്തിമാഇയ വഅഖ്ലാഖിയ സബീൽ മിസർ. അദ്ദേഹത്തിന്റെ അലി അഹമ്മദ് ബാക്കഫീറിന്റെ മസ്രഹിയാത്താണ് ഖസ്റുൽ ഹൗദജ്, മഅസാത്ത് വ അദീബ്, അസ്സിൽസില വൽ ഗുഫ്രാൻ, മിസ്മാർ ജുഹ എന്നുള്ളതൊക്കെ. പിന്നെ മസ്രഹിയത്ത് നസരിയത്തുണ്ട്, അതുപോലെ തന്നെ ഷിഅരിയത്തുണ്ട്. അതായത് ഗദ്യ മോഡലുണ്ട്, പദ്യ മോഡലുണ്ട്. മിൻ അഹമ്മി കുത്താബിൽ മസ്രഹിയ അന്നസരിയ തൗഫീഖുൽ ഹക്കീമാണ്. തൗഫീഖ് അൽ ഹക്കീം 1898 1887. പിന്നെ സാനി അക്ബർ മസ്രഹി അറിയപ്പെടുന്നത് അലി അഹമ്മദ് ബാക്കഫീറിനാണ്. അദ്ദേഹത്തിന് താരിഖിയ, മസ്രഹിയാത്ത് താരിഖിയ ഉണ്ട്, അതുപോലെ തന്നെ ഇജ്തിമാഇയ, സോഷ്യൽ, അഖ്ലാഖിയ. അദ്ദേഹത്തിന്റെ മസ്രഹിയാണ് ഖസ്റുൽ ഹൗദജ്, മഅസാത്ത് വ അദീബ്, അസ്സിൽസില വൽ ഗുഫ്രാൻ, മിസ്മാർ ജുഹ. അതുപോലെ തന്നെ ഷിഅരിയ പദ്യ മോഡലിൽ ആദ്യമായിട്ട് മസ്രഹിയത്ത് എഴുതുന്നുള്ളത് ഖലീൽ അൽ ഖാസിജിയാണ്. പിന്നീട് അദ്ദേഹത്തെ തുടർന്ന് മുഹമ്മദ് ഉസ്മാൻ ജലാലൊക്കെ ഈ ഒരു മേഖലയിൽ എഴുതി വരുന്നുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് ഷൗക്കിയൊക്കെ ഷിഅരിയായ മസ്രഹിയത്താണ് എഴുതിയിട്ടുള്ളത്.
അഹമ്മദ് ഷൗക്കീൻ്റെ മസ്രഹിയാത്ത് പറയാറുണ്ട്. അലീബക് അൽ കബീർ, പിന്നെ കിലിയോപാത്ര, മജ്നൂൻ, ലൈല, അൻതറ, ഇതൊക്കെ അഹമ്മദ് ഷൗക്കിയുടെ മസ്രഹിയാത്താണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നസിരിയ ഷിഇരിയ മസ്രഹിയ വരുന്നത്. അതുപോലെ തന്നെ രണ്ടും ഷിഇരിയ നസിരിയ രണ്ടും ഒരുമിച്ചിട്ടുള്ള മസ്രഹിയാത്തും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയതിൽ ആദ്യത്തെ ആളാണ് മഹ്മൂദ് വാസിഫ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അജായിബുൽ അഖ്ദാർ എന്നുള്ള മസ്രഹിയയിൽ. അപ്പോൾ മസ്രഹിയ പല രീതിയിലും എഴുതിയിട്ടുണ്ട് എന്ന് പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ഡോക്ടർ ത്വഹ ഹുസൈൻ. ത്വഹ ഹുസൈൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വർക്ക്സ് മുഅല്ലഫാത്ത് രചനകളെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നുള്ളത്. ഓക്കെ, ത്വഹ ഹുസൈൻ 1889 മുതൽ 1973 വരെ ജീവിച്ചു. വാഹിദു അബ്റുസിൽ മുഫക്കിരീൻ വൽ ഉദബാഇൽ മിസ്രിയീൻ ഫിൽ ഖർനിൽ ഇശ്രീൻ. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിലും സാഹിത്യകാരൻപ്പെട്ട ഒരാളായിരുന്നു. ഉലിദ ഫി മുഹാഫസിൽ മുന്യ ഫി സഈദ് മിസ്ർ. അപ്പർ ഈജിപ്തിലെ മുന്യ എന്നുള്ള പ്രവിശ്യയിലാണ് മൂപ്പര് ജനിക്കുന്നുള്ളത്. വൗസീവ ബിൽ ആമ, കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹം അന്ധനായിരുന്നു. ഫി സിന്നി മുബക്കിറ, നേരത്തെ തന്നെ 3-ാം വയസ്സിലൊക്കെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നുള്ളത്. ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അത്തമ ഹിഫ്ദൽ ഖുർആൻ കരീം ഹുവ ഫി താസിയ മിൻ ഉംരിഹി, അദ്ദേഹത്തിന്റെ 9-ാം വയസ്സിലാകുന്ന സമയത്തൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കി. റഗ്മ യാഅത്തിഹി, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്ധനാണെങ്കിലും തഫവ്വുഖ് ദിറാസിയൻ, അദ്ദേഹം പഠനത്തിൽ മികച്ചു നിന്നു. വദറസ ഫി ജാമിയത്തിൽ അസ്ഹർ, കൈറോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠനം നടത്തി. അതുപോലെ തന്നെ തുമ്മ ഫി ഫറൻസ, ഫ്രാൻസിലും അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ 2 ഡോക്ടറേറ്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന് ജാമിയത്തുൽ കായിറ, കൈറോ യൂണിവേഴ്സിറ്റിയിൽ 1908 കൈറോ യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നുള്ളത്. 1914 അവിടുന്ന് ഡോക്ടറേറ്റ് നേടി. അദ്ദേഹത്തിന്റെ ഡിസേർട്ടേഷന്റെ സബ്ജക്റ്റ് അനിഷാഇരി ഒൽ ഫൈലസൂഫ് അബുൽ അലാഇൽ മഅരി, അബുൽ അലാഇൽ മഅരിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഡിസേർട്ടേഷൻ. അവ്വലു താലിബിൻ യഹ്സുലു അല ദുക്തുറ മിൻ ജാമിയത്തുൽ കായിറ, കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടുന്ന ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു ആര്? ത്വഹ ഹുസൈൻ. വഫി ആം 1918 മുനിഹത്ത് ജാമിയത്ത് സോർബൂൻ, ഫ്രാൻസിലുള്ള യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് സെക്കൻഡ് ഡോക്ടറേറ്റും കൂടി നൽകി. അദ്ദേഹത്തിന്റെ വിഷയം ഉത്രുഹ, ഡിസേർട്ടേഷൻ അനിൽ മുഅർരിഖ് അറ്റൂനിസി ഇബ്ൻ ഖൽദൂൻ, ട്യൂണീഷ്യൻ ഹിസ്റ്റോറിയൻ ചരിത്രകാരൻ ഇബ്ൻ ഖൽദൂനെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഡിസേർട്ടേഷൻ സബ്ജക്റ്റ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രൊമിനൻ്റായ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വർക്സുകൾ രചനകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളത്. ഒന്ന് അൽ അയ്യാം, അദ്ദേഹത്തിന്റെ സീറ ദാത്തിയാണ് അൽ അയ്യാം എന്നുള്ളത്, ഓട്ടോബയോഗ്രഫി അൽ അയ്യാം. പിന്നെ 2 അൽ മുഅദ്ദബൂന ഫിൽ അർള്. അൽ മുഅദ്ദബൂന ഫിൽ അർള് അത് സ്റ്റോറികളാണ്, ഖിസസുകളാണ് അൽ മുഅദ്ദബൂന ഫിൽ അർള്. 3 ഫിശ്ശിഇരിൽ ജാഹിലിയ്യ, ഏറ്റവും അസാറ ജദലൻ കബീറ, കിതാബുൻ അസാറ ജദലൻ കബീറ. ഇത് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ എഴുത്തിൽ വരേണ്ട ഒരു അമലാണ് ത്വഹ ഹുസൈൻ്റെ ഫിശ്ശിഇരിൽ ജാഹിലിയ്യ. കിതാബുൻ അസാറ ജദലൻ കബീറ انتقد فيه صحة بعض الأشعار الجاهلية مما فتح بابا لنقد الشعر العربي التقليدي. അതിൽ പല അഷ്ആറുകളെയും ജാഹിലിയ കാലഘട്ടത്തിലുള്ള പല കവിതകളെയും അതെന്ത് നഖ്ദ് ചെയ്തിട്ടുണ്ട്, നിരൂപണം നടത്തിയിട്ടുണ്ട് ഈ കിതാബിൽ. അതുമാത്രമല്ല ഖുർആന്, തൗറാത്ത് പല വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന് കൺസെപ്റ്റിൻ്റെ എതിരായിട്ടൊക്കെ ഈ കിതാബിൽ വരുന്നുണ്ട്. ഇതിനൊക്കെ റദ്ദ് ചെയ്തിട്ട് മുസ്തഫ റാഫിയ പോലുള്ളവരൊക്കെ തഹ്ത റായത്തുൽ ഖുർആൻ എന്നുള്ള കിതാബൊക്കെ രചിച്ചിട്ടുണ്ട്. ഏറ്റവും നോട്ട് ചെയ്യേണ്ട ഒരു കിതാബാണ് ഫിശ്ശിഇരിൽ ജാഹിലി എന്നുള്ളത്. പിന്നെ ഫിൽ അദബിൽ ജാഹിലി എന്നുള്ള കിതാബും അദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ ദുആ ഉൽ കറവാൻ അതിൻ്റെ അതൊരു റൊമാൻസ് ഡ്രാമയാണ് ആ സാധനം, റിവായ. അതിൻ്റെ ഫിലിമൊക്കെ അവൈലബിൾ ആണ്. ദുആ ഉൽ കറവാൻ, നൈറ്റിംഗൽ പ്രയർ എന്ന് പറയും അതിൻ്റെ ട്രാൻസ്ലേഷൻ. റിവായത്തുൻ തുഅദ്ദു മിൻ അശ്അരി അഅമാലിഹി അൽ അദബിയ്യ വതതനാവല ഖളായ ഇജ്തിമാഇയ്യ വഇൻസാനിയ. മിസ്റിലെ സൊസൈറ്റൽ പ്രശ്നങ്ങളൊക്കെ ഇഷ്യൂസുകളൊക്കെ അതിൽ അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ മുസ്തഖ്ബൽ സഖാഫ ഫി മിസ്ർ എന്നൊരു കിതാബാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല 60ഓളം കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1300ഓളം മക്കാലാത്തുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12ഓളം ട്രാൻസ്ലേഷൻ ഫ്രഞ്ചിൽ നിന്ന് അറബിയിലേക്ക് അദ്ദേഹം കിതാബുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇൻജാസാത്തുഹു, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ. കാന അവ്വല അമീദിൻ ലിക്കുല്യത്തിൽ ആദാബ് ഫി ജാമിയത്തിൽ കാഹിറ, കൈറോ യൂണിവേഴ്സിറ്റിയിലെ അറബിക് ലിറ്ററേച്ചർ ഫാക്കൾട്ടിയിലെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സഹമ ഫി തത്വീരി തൈലീം, എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ വൻ നഖ്ദിൽ അദബി, പുതിയൊരു ക്രിറ്റിസിസം, നഖദ് എന്നുള്ള ഒരു പുതിയൊരു ഫന്ന് അദ്ദേഹം ആ ഫന്നിൽ അദ്ദേഹം നല്ലവണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ കാനമിൻ ദുആത്തി നഹ്ലത്തി തഖാഫിയ വ തഖദ്ദും അൽ ഇജ്തിമായി, സോഷ്യൽ തഖദ്ദും, മുന്നേറ്റത്തിൻ്റെ ഒക്കെ ദായിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും സൂചിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫസ്റ്റിൽ തന്നെ സൂചിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ത്വഹ ഹുസൈൻ യുഅ്തബർ അമീദ് അൽ അദബിൽ അറബി. അമീദ് അൽ അറബിയുടെ അമീദായിട്ടാണ് മൂപ്പരെ പരിഗണിക്കപ്പെടുന്നുള്ളത്. കാരണം എന്താണ്? ബിഫദ്ലി ഇർസിഹിൽ ഫിക്രി വൽ അദബി അൽ കബീർ. ഇതൊക്കെ നിങ്ങളുടെ രചനകളിലൊക്കെ നിങ്ങളുടെ എഴുത്തിലുണ്ടാവണം. അതുപോലെ തന്നെ ത്വഹ ഹുസൈനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം, ഹയാത്ത് 4 മറാഹിലൊക്കെ ആയിട്ടാണ് ചർച്ച ചെയ്യുന്നുള്ളത്. അർബഅത്ത് മറാഹിൽ, മറാഹിൽ ഫിക്രിയ, അങ്ങനെ വിഷയങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ എമർജൻസ് ഓഫ് റിയലിസം ഇൻ അറബിക്. അറബിക് ലിറ്ററേച്ചറിൽ റിയലിസത്തിൻ്റെ വരവാണ് നമ്മളോട് ചോദിക്കുന്നുള്ളത്. നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, അറബിക് ലിറ്ററേച്ചറിൽ പുതിയ ട്രെൻഡ്സുകൾ, മോഡേൺ ട്രെൻഡ്സുകൾ വരുന്നുള്ളത് 19-ാം നൂറ്റാണ്ട് അവസാനത്തിൽ അറബികൾ വെസ്റ്റേണിനോട് കോണ്ടാക്ട് ചെയ്തത് കാരണത്താലാണ്. അവിടെയുള്ള പല രചനകളെയും, ലിറ്റററി വർക്ക്സിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നുള്ളത്. ഇതുവഴി പല ട്രെൻഡുകളും അറബി ലോകത്ത് വന്നു, അറബിക് ലിറ്ററേച്ചറിൽ. ലൈക്ക് റിയലിസം, സിംബോളിസം, റൊമാൻസിസം, ന്യൂ ക്ലാസിസം, അങ്ങനെ പല ട്രെൻഡുകളും അറബിയിലേക്ക് വന്നു. റിയലിസത്തിൻ്റെ എമർജൻസിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ്. ഏർലി ഇൻഫ്ലുവൻസസ് ആണ് ഒന്ന്. ലേറ്റ് 19th സെഞ്ച്വറി വെസ്റ്റേൺ ലിറ്റററി മൂവ്മെൻറ്റ്സ് ലൈക്ക് റിയലിസം റീച്ച്ഡ് ദ അറബ് വേൾഡ് ത്രൂ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ വഴിയാണ് ഈ റിയലിസവും അറബിക് ലിറ്ററേച്ചറിൽ കടന്നു വരുന്നുള്ളത്. പിന്നെ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് പറയുകയാണെങ്കിൽ, റിയലിസം എന്ന് വെച്ചാൽ എന്താണോ സൊസൈറ്റിയിൽ നടക്കുന്നുള്ളത്, എന്താണോ ജനങ്ങൾ അനുഭവിക്കുന്നുള്ളത്, അത് കൃത്യമായി തൻ്റെ രചനയിലൂടെ റിഫ്ലക്ട് ചെയ്യുക, പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ഈ വാഖിഇയ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് ഉണ്ട് അതിൻ്റെ എമർജൻസിന്. അതായത് ഒട്ടോമൻ എംപയർ തകർന്നു, അതിൻ്റെ ശേഷം കൊളനൈസേഷൻ നടക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും. കൊളനൈസേഷൻ നടക്കുമ്പോഴൊക്കെ പിന്നെ വേൾഡ് വാറൊക്കെ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും സൊസൈറ്റിയിൽ. ഒരു യുദ്ധം നടക്കുമ്പോഴൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾക്ക് സിമ്പിളായിട്ട് അറിയാവുന്നതേ ഉള്ളൂ. അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ പോവർട്ടി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു റിയലിസം ആ ഒരു ലിറ്ററേച്ചർ വേയിലൂടെ എന്താണോ സൊസൈറ്റിയിൽ നടക്കുന്നത് അത് കൃത്യമായിട്ട് അവർ ഡെപിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിയലിസം എന്നുള്ളൊരു ലിറ്ററേച്ചർ പുതുതായിട്ട് ഒരു ട്രെൻഡായിട്ട് ഉയരാൻ തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട കീ ഫിഗേഴ്സായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്ന ആളാണ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. അതുപോലെ മഹ്മൂദ് ദർവേഷാണ് ഫലസ്തീൻ്റെ വിഷയങ്ങൾ, നമ്മൾ അദബുൽ മഹ്ജർ, മൈഗ്രൻറ്റ് ലിറ്ററേച്ചർ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഫലസ്തീനിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിച്ചത്. ആ റിയാലിറ്റി അവതരിപ്പിക്കുന്നതൊക്കെ മഹ്മൂദ് ദർവേഷാണ്. പിന്നെ അവിടെ ത്വാഹ ഹുസൈൻ മിസ്റിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ദുആ ഉൽ കറവാൻ, നൈറ്റിംഗൽ പ്രയർ നമ്മൾ പറഞ്ഞല്ലോ, ദുആ ഉൽ കറവാൻ, അതൊക്കെ അവിടെയുള്ള മിസ്റിൽ നടക്കുന്നുള്ള സൊസൈറ്റിയിൽ നടക്കുന്നുള്ള പ്രശ്നങ്ങൾ, സാമൂഹിക ഇഷ്യൂസുകളൊക്കെയാണ് അത് അവതരിപ്പിക്കുന്നുള്ളത്. അവരൊക്കെ ഇതിൻ്റെ ഈ ഒരു മദ്ഹബ് അൽ വാഖിഇയ്യ, അതിൻ്റെ റിയലിസത്തിൻ്റെ ഏറ്റവും കീ ഫിഗേഴ്സായിട്ട് പറയുന്ന ആളുകളാണ്. പലരും ഉണ്ട്, ഫത്വ തൂക്കാനെ പോലെയുള്ള റൈറ്റേഴ്സുകളൊക്കെ. അപ്പോൾ നിങ്ങൾ നക്കീബ് മഹ്ഫൂസിനെ പോലെയുള്ള റൈറ്റേഴ്സുകളൊക്കെ നിങ്ങളെ എഴുത്തിൽ നിങ്ങൾ സൂചിപ്പിക്കേണ്ടതാണ്. ഞാൻ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത് അതിൻ്റെ എങ്ങനെയാണ് അത് അറബിക് ലിറ്ററേച്ചറിലേക്ക് കടന്നു വരുന്നുള്ളതും പിന്നെ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ലിറ്റററി റിഫോം, ഇത് ലിറ്ററേച്ചറിൽ പുതിയൊരു തീമാണ്. ഇതുവരെ ഉണ്ടായിരുന്നുള്ള വെച്ചാൽ ഫിക്ഷൻ സാധനങ്ങളൊക്കെ എഴുതുക എന്നുള്ളതാണ്. അതിന് പുറമെ എന്താണ് റിയാലിറ്റിയിൽ നടക്കുന്നുള്ളത്, സോഷ്യലിൽ നടക്കുന്നുള്ളത്, എവരിഡേ ലൈഫിൽ എന്താണ് നടക്കുന്നുള്ളത്, അതൊക്കെയാണ് പിന്നീട് ഒരു ലിറ്റററി റിഫോമായിട്ട് ഉയർന്നു വരുന്നുള്ളത്. റിയലിസം ഉയർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്, ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് തന്നെ
ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. റിയലിസം ബിക്കേം എ ടൂൾ ഫോർ ക്രിട്ടിക്കിങ് സൊസൈറ്റൽ സ്ട്രക്ചർ ആൻഡ് അഡ്വക്കേറ്റിംഗ് റിഫോം മിററിംഗ് ദ ഗ്ലോബൽ ലിറ്റററി ട്രെൻഡ്. ഓക്കെ, ഇതൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. അതിൻ്റെ അറബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മദ്ഹബുൽ വാഖീൻ വെച്ചാൽ അതിൻ്റെ മൗദൂആത്ത് എന്താണ്? മിൻ ഹയാത്തി ആമ്മത്തി ശഅബി വ മശാക്കിലുഹ എന്നുള്ളതാണ്. അതുവഴിയാണ് ഈ ഒരു മൂവ്മെൻറ്റ് ട്രെൻഡ് വളർന്നു വരുന്നുള്ളത്. Sixth question. What are the modern literary trends in Arabic? Discuss with examples. അറബിക് ലിറ്ററേച്ചറിലെ മോഡേൺ ലിറ്റററി ട്രെൻഡ്സിനാണ് ചോദിക്കുന്നുള്ളത്. എക്സാമ്പിൾ വെച്ച് വിശദീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു 19-ാം നൂറ്റാണ്ട് അവസാനത്തിലാണ് അറബികൾ വെസ്റ്റേൺ ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുകയും അവിടെയുള്ള ഉലൂമ് ഫുനൂന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നുള്ളത്. അന്ന് പല ലിറ്റററി ട്രെൻഡും അറബിക് ലിറ്ററേച്ചറിൽ വന്നുകൂടിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റൊമാൻറ്റിസം, റിയലിസം, സിംബോളിസം, ന്യൂ ക്ലാസിസം ഒക്കെ. അതാണ് നമ്മളോട് ഈ ചോദ്യത്തിൽ ചോദിക്കുന്നുള്ളത്. അതിനെ എക്സാമ്പിൾ വെച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. റിയലിസം നമ്മൾ മുമ്പ് ഈ വിഷയം പറഞ്ഞിരുന്നു. അതിൻ്റെ എമർജൻസ് വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ റിയലിസം ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ ഡെപിക്ഷൻ ഓഫ് എവരിഡേ ലൈഫ്, നമ്മളുടെ നിത്യേനയുള്ള ലൈഫാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ്, എന്താണ് റിയാലിറ്റിയിൽ നടക്കുന്നുള്ളത്, എന്താണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, സ്ട്രഗിൾസ് ഓഫ് ഓർഡിനറി പീപ്പിൾ, ഇതൊക്കെയാണ് റിയലിസം ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ കീ ഫീച്ചേഴ്സ്: ഡീറ്റെയിൽഡ് പോർട്രയൽ ഓഫ് സോഷ്യൽ കണ്ടീഷൻ, ഓഫൺ വിത്ത് ക്രിറ്റിക് ഓഫ് സൊസൈറ്റൽ നോംസ് ആൻഡ് ഇൻജസ്റ്റിസ്. നമ്മൾ ഓൾറെഡി വിശദീകരിച്ചത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളായിട്ട് നജീബ് മഹ്ഫൂസിൻ്റെ സുലാസിയാത്തുൽ കാഹിറ, കൈറോ ട്രിലോജി, സുലാസിയാത്തുൽ കാഹിറ എന്നുള്ളൊരു ബുക്ക്, ഒരു കിതാബ്. അതിൽ കൃത്യമായിട്ട് ഈജിപ്ഷ്യൻ സൊസൈറ്റി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെയുള്ള സിറ്റിസൺസിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു കിതാബാണ്. അതല്ലാതെ പല എക്സാമ്പിളുകൾ നമുക്കതിൽ പറയാൻ സാധിക്കും. മഹ്മൂദ് ദർവേഷ്, ഫത്വ തൂക്കാൻ, ഫലസ്തീനുമായി ബന്ധപ്പെട്ട അദബുൽ മഹ്ജറിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ, കാര്യങ്ങളൊക്കെ, ഇതൊക്കെ റിയലിസവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി അതിൻ്റെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. സെക്കൻഡ് വൺ, റൊമാൻസം ഫോക്കസ് ചെയ്യുന്നുള്ളത് അതിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എംഫസിസ് ഓൺ ഇമോഷൻ, നമ്മളുടെ ഫീലിങ്സ്, കാര്യങ്ങൾ. ഇൻഡിവിജ്വലിസം, ഷഖ്സിയ, അതുപോലെ തന്നെ നാച്ചർ, അതുമായി ബന്ധപ്പെട്ടാണ് റൊമാൻസം ലിറ്ററേച്ചർ ആ ഒരു ട്രെൻഡ്. ഈ ഒരു റൊമാൻസത്തിൻ്റെ കീഴിലാണ് മറ്റ് പല മദാരിസുകളും വരുന്നുള്ളത്. അറബിയിൽ മദാരിസ് അബോളോ, അതുപോലെ തന്നെ മദാരിസ് അദ്ദീവാൻ, ഇങ്ങനെയൊക്കെ മദാരിസുകളൊക്കെ വരുന്നുള്ളത് ഈ ഒരു ട്രെൻഡ്, ഈ ഹർക്ക റൊമാൻസത്തിൻ്റെ കീഴിലാണ്. അതിൻ്റെ കീ ഫീച്ചേഴ്സ്: ഐഡിയലൈസേഷൻ ഓഫ് ഫ്രീഡം, ഹുരിയ, അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ ഓഫ് പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് കണക്ഷൻ ടു നാച്ചർ. എൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഖലീൽ ജിബ്രാൻ്റെ ദ പ്രൊഫക്റ്റ് എന്നുള്ള റസൂൽ എന്നുള്ള കിതാബ്, അതിൽ റിഫ്ലക്റ്റ് തീംസ് ഓഫ് സ്പിരിച്വൽ ലവ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ഇമോഷണൽ ഡെപ്ത്, അതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ദ പ്രൊഫക്റ്റ് എന്നുള്ള ഖലീൽ ജിബ്രാൻ്റെ കിതാബ്. അതുപോലെ തന്നെ അതിൽ പല ഷുവറാക്കളും, റൊമാൻസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷുവറാക്കളാണ് ഇബ്രാഹിം നാജി, ഉമർ അബു രീഷ, ഈലിയ അബു മാലി ഒക്കെ. സിംബോളിസം എന്ന് വെച്ചാൽ റംസിയ എന്ന് അറബിയിൽ പറയാം. റുമൂസ്, സിംബിൾസുകൾ, തഷ്ബിഹാത്ത്, തംസീലാത്ത്, ഇതൊക്കെയാണ് ഇതിൽ വരാം. യൂസ് ഓഫ് അബ്സ്ട്രാക്ട് സിംബിൾസ് ആൻഡ് മെറ്റഫേഴ്സ് ടു കൺവേ ഡീപ്പർ മീനിങ്സ്, ആഴത്തിലുള്ള ആശയങ്ങളെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റുമൂസുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതിൻ്റെ കീ ഫീച്ചേഴ്സ്: യൂസ് ഓഫ് ഇൻഡയറക്റ്റ് ലാംഗ്വേജ്, ഡയറക്റ്റ് ലാംഗ്വേജ് അല്ല, ഇൻഡയറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇമാജറി ആൻഡ് സിംബിൾസ് ടു എക്സ്പ്രസ് കോംപ്ലക്സ് ഇമോഷണൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസ്. അതിൽ നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും. ബദർ ഷാക്കിർ അസയ്യാബ്, ഇറാഖി പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ കവിത, അദ്ദേഹം രചിച്ച കവിത ഇതിനുശേഷം ഇംഗ്ലണ്ട് ഇറാഖിനെ കോളനൈസ് ചെയ്തതിന് ശേഷം അദ്ദേഹം രചിച്ച ഒരു കവിത, അതിൽ ഈ റുമൂസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, ബദർ ഷാക്കിർ അസയ്യാബ്. അതുപോലെ തന്നെ ഫലസ്തീൻ്റെ വിഷയത്തിൽ മഹ്മൂദ് ദർവേഷും ഈ സിംബിൾസ്, റുമൂസുകൾ ഉപയോഗിച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ട്രെൻഡാണ് നിയോ ക്ലാസിസം. എന്ന് വെച്ചാൽ ട്രഡീഷണൽ പോയംസ് ഉണ്ടാകും, അതിനോടൊപ്പം മോഡേൺ ചില വിഷയങ്ങൾ എന്താ പറയുക മെർജ് ചെയ്തിട്ടുള്ളതാണ് നിയോ ക്ലാസിസം ട്രെൻഡ്.
അത് അതിൻ്റെ ഒരു മുഅസ്സിസുകളായിട്ട് അറിയപ്പെടുന്നുള്ളത് അഹമ്മദ് ഷൗക്കി, ബാറൂദി, ഹാഫിസ് ഇബ്രാഹിമിനെ പോലുള്ളവർ. അദ്ദേഹത്തിന് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഹാഫിസ് ഇബ്രാഹിമിൻ്റെ ലുഗത്തുൽ അറബിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് ഷൗക്കിയുടെ ബുർദ കാര്യങ്ങളൊക്കെ നമുക്കതിൽ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. 7th question, the last one, write short notes on any two of the following. താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണത്തിൽ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഹർക്കത്തു ദീവാൻ. ഹർക്കത്തു ദീവാൻ എന്ന് വെച്ചാൽ ഹർക്കത്ത് തജ്ദീദിയ ഫി ഷിഅറിൽ അറബി. അറബി കവിതയിലുള്ള ഒരു റിന്യൂവൽ മൂവ്മെൻ്റ് ആണ് ഹർക്കത്തു ദീവാൻ എന്ന് വെച്ചാൽ. 20ാം നൂറ്റാണ്ട് തുടക്കകാലത്ത് പ്രത്യക്ഷമായതാണ്. 3 പേരാണ് ഈ ഒരു ഹർക്ക തജ്ദീദിയക്ക് തുടക്കം കുറിക്കുന്നുള്ളത്. അബ്ബാസ് മഹ്മൂദ് അക്കാദും അതുപോലെ തന്നെ ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസിനി, അബ്ദുറഹ്മാൻ ഷക്രി. ഈ ഒരു ഹർക്കത്തു ദീവാൻ എന്ന് പേരിടാൻ കാരണം സുമിയത്ത് വിഹാദൽ ഇസ്മി നിസ്ബത്തൻ ഇല കിതാബ് അല്ലഫുൽ അക്കാദ് അൽ മാസിനി. അക്കാദും മാസിനിയും രചിച്ച കിതാബിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഹർക്കത്തു ദീവാൻ എന്ന് പേര് വിളിച്ചത്. വലഅ ഫീഹി മബാദിയ മദ്രസത്തിഹിം. അവരുടെ മദ്രസയുടെ, അതായത് ഹർക്കത്ത് ദീവാന്റെ എല്ലാ പ്രിൻസിപ്പിൾസും ഇതിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കിതാബിന്റെ പേര് അദ്ദീവാൻ ഫിൽ അദബി വന്നഖദി. ഈ മദ്രസത്തു ദീവാൻ അല്ലെങ്കിൽ ഹർക്കത്ത് ദീവാൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളത് അത്തമറുദ് ഫി വജിൽ ഖസീദ അൽ അറബിയ അത്തഖ്ലീദിയ. ട്രഡീഷണൽ അറബിക് പോയംസ് ഉണ്ടാവും. അതായത് അസ്റുൽ ഖദീമിൽ രചിച്ച പോയംസുകൾ, ഖസായിദുകൾ. അതിന് എതിരെയാണ് ഈ ഒരു മദ്രസത്തു ദീവാൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഹർക്ക മൂവ്മെന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഷക്ലൻ അതിൻ്റെ രൂപം, അല്ലെങ്കിൽ മദ്മൂനൻ കണ്ടന്റ്, ലുഗത്തൻ ലാംഗ്വേജ്, മൊത്തം ട്രഡീഷനായ അറബിക് പോയംസിനെ എന്ത് ചെയ്യുക, എതിർക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹർക്ക കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളത്. കാരണം അതിൻ്റെ ദഅവാത്തുൽ മദ്രസ താഴെ അതിൻ്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഷക്ലൻ എന്ന് പറയാൻ കാരണം ട്രഡീഷണൽ അറബിക് പോയംസ് ഒരു കവിതയിൽ തന്നെ വ്യത്യസ്ത ഉദാഹരണത്തിൽ ഹിജാവ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഗസൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മദ്ഹ് ഉണ്ടാവാം. വ്യത്യസ്ത ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും ഒരു കവിത എന്നുള്ളത്. പക്ഷെ അതിന് എതിരായിട്ടാണ് ഈ ഒരു ഹർക്കത്തു ദീവാൻ എന്നുള്ളത്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കഅബ് ബിൻ മാലിക്കിൻ്റെ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പാനസ് വാദ എന്നുള്ള കവിതയിൽ ഗസൽ കൊണ്ടാണ് തുടങ്ങുന്നുള്ളത്. അത് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയാന്നുള്ളതിലാണ് ആ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ്, ഗസലാണ്. അപ്പോൾ വ്യത്യസ്ത ഗസൽ, മദ്ഹ്, ഹിജാ, ഫഖർ, ഇതൊക്കെ അടങ്ങിയതായിട്ടുണ്ടാവും. ഒറ്റ കവിതയിൽ തന്നെ പല വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. പണ്ട് കാലത്തെ അല്ലെങ്കിൽ അസ്റുൽ ഖദീം ട്രഡീഷണൽ പോയംസുകൾ. അതിനെതിരെ ആണ് ഹർക്ക തജ്ദീദി അല്ലെങ്കിൽ ഹർക്കത്തു ദീവാൻ കൊണ്ട് അവർ കൊണ്ടുവന്നുള്ളത്. സെക്കൻഡ് വൺ ഇവിടെ താഴെ പറയുന്നുണ്ട് ദഅവാത്തുൽ മദ്രസ. അവരുടെ വാദങ്ങൾ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ അദ്ദഅവത്തു ഇലൽ വഹ്ദ അൽ ഉളവിയ്യ ലിൽ ഖസീദ. ഉദാഹരണത്തിനാണ് ഗസൽ ആണെങ്കിൽ ഗസൽ മാത്രം, അല്ലെങ്കിൽ ഹിജാ ആണെങ്കിൽ ഹിജാ മാത്രം, റസ ആണെങ്കിൽ റസ മാത്രം, മദ്ഹ് ആണെങ്കിൽ മദ്ഹ് മാത്രം. അതാണ് അവരുടെ വാദം. 2 അത്തഹറുർ മിനൽ ഖാഫിയത്തിൽ വാഹിദ. അതായത് പണ്ടത്തെ കവിതകൾ എടുത്തു നോക്കിയാൽ ഒറ്റ കാഫിയായിട്ടുണ്ടാവും എല്ലാ ലൈനുകളും. ലാമിയത്ത്, നൂനിയത്ത്, സീനിയത്ത് കേട്ടിട്ടുണ്ടാവും, മീമിയത്ത്. അത് ഒരേ ഹർഫ് കൊണ്ട് അവസാനിക്കുന്ന ബൈത്തുകൾ. പക്ഷെ അങ്ങനെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒറ്റ വസിനിൽ അങ്ങനെ ആവശ്യമില്ല എന്ന് പറയുന്ന ടീംസാണ് ഇവർ. ഓക്കെ, കാരണം ഇവർ ഈ ഒരു ഹർക്കത്തു ദീവാനെ തഅസീസ് ചെയ്തത് ആരെ നോക്കിയിട്ടാണ്, റൊമാൻറ്റിസിസം, അതുപോലെ തന്നെ ഗർബിലുള്ള ലിറ്ററേച്ചർ കൃത്യമായി പഠിച്ച്. ഇവരൊക്കെ മൂന്ന് പേരും ഇംഗ്ലീഷ് ഭാഷ നല്ല പരിജ്ഞാനമുള്ളവരായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എന്താണ് ഉണ്ടായിരുന്നത്, അത് നേരാവണ്ണം അറബിക് ലിറ്ററേച്ചറിൽ കോപ്പി പേസ്റ്റ് ചെയ്തവരാണ് ഈ ഒരു ഹർക്ക, ഈ ഒരു മൂവ്മെന്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവരുടെ വാദങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നുള്ളത്. അതുപോലെ തന്നെ റൊമാൻസിസം നമ്മൾ പറഞ്ഞു, വെസ്റ്റേൺ ലിറ്ററേച്ചറിലെ റൊമാൻസിസം. അപ്പോൾ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു ഈ ഒരു മൂവ്മെന്റിൽ. ഇതൊക്കെയാണ് ഈ ഒരു ഹർക്കത്തു ദീവാനിൽ നമുക്ക് എഴുതാൻ പറ്റുക. നെക്സ്റ്റ് വൺ, മോഡേൺ അറബിക് കവിതയിലുള്ള ഖുസൂസിയാത്ത്, പ്രത്യേകതകളാണ് ചോദിക്കുന്നുള്ളത്. യംതാസ് അശ്ശിറുൽ അറബിയൽ ഹദീസ് ബിഅന്നഹു ലാ യൻഖാദ് ലിഖാനുൻ മുഅയ്യൻ കൽ ഖവാഫി. കൃത്യമായി എന്തുണ്ടാവില്ല, ഒരു നിയമം ഉണ്ടാവില്ല. അതായത് നമ്മൾ ഖാഫിയൻ്റെ വിഷയം പറഞ്ഞു, കവിതയുടെ അവസാന ഹർഫ് ഒരേപോലെ ആവണം എന്നുള്ളതാണ് ഖാഫിയ എന്നുള്ളത്.
മീമിൽ തന്നെ അവസാനിക്കുക, അല്ലെങ്കിൽ നൂനിൽ തന്നെ അവസാനിക്കുക, ലാമിൽ തന്നെ അവസാനിക്കുക. അങ്ങനെ കൃത്യമായ എന്തില്ല, ഒരു നിയമമില്ല. പക്ഷേ വലാകിന്നഹു മുഖയ്യദുൻ ബി ഔസാനി തഫായില്. ഷീറു ഹുറുണ്ട്, അറിയായിട്ടുണ്ടാവും. അതായത് മൗസൂനായിട്ടുണ്ടാവില്ല, മുഖഫൊന്നായിട്ടുണ്ടാവില്ല. ഷീറു ഹുറ്. പക്ഷെ കൃത്യമായൊരു വസൻ ഉണ്ടാവണം. മസലൻ ഫായിലാത്തുൻ എന്നുള്ള രീതിയിൽ വരണം, അല്ലെങ്കിൽ മഫ്ഊലുൻ, അല്ലെങ്കിൽ ഫഊലുൻ. അതല്ലാതെ ഫായിലാത്തുൻ ഫായിലാത്തുൻ ഫായിലാത്തുൻ, അറബി കവിതകൾക്ക് 16 ബഹറുണ്ട്, അങ്ങനെ ഒത്തു വരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഏതിനുണ്ടാവില്ല, മോഡേൺ അറബിക്ക് ഉണ്ടാവില്ല എന്നർത്ഥം, കവിതകൾക്ക് ഉണ്ടാവില്ല. മറ്റേതാണെങ്കിൽ അങ്ങനെ മൗസൂനായിട്ട് വന്നാൽ തന്നെ ഖവാഫിയ ഒരേപോലെ ആവണം എന്നുള്ളതും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. യംഫരിദ് ബി കിതാബത്തിഹി ബി ഉസ്ലൂബി ലുഗവി വസീത്ത്. സിമ്പിൾ ലാംഗ്വേജ് ആയിട്ടുണ്ടാവും കൂടുതലും ഷിയറുൽ അറബിൽ ഹദീസിൽ. യംഫരിദ് ബി കിതാബത്തിഹി ബി ഉസ്ലൂബിൻ ലുഗവിയ്യിൻ ബസീത്ത്. അതുപോലെ തന്നെ യുഅ്തബർ അഷിയറുൽ അറബിയൽ ഹദീസ് മുഫ്ഹിമൻ ബിൽ ഹിസ്സിൽ വതനി വൽ ഇന്തിമാ ലിൽ വതൻ. റിയലിസത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞല്ലോ. എന്താണോ വാക്കിൽ നടക്കുന്നുള്ളത് കൂടുതലും അതൊക്കെയാണ് ഷിയറുൽ അറബിയൽ ഹദീസിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ. യഗൂസ് അഷിയറുൽ ഹദീസ് ഫി ആലമിൽ ഖയാൽ കസീറൻ. ഫീലിങ്സ്, റൊമാൻസിസം, നമ്മളുടെ ഇമോഷൻസ്, കാര്യങ്ങൾ. പിന്നെ അൽ വഹ്ദത്തുൽ ഉളവിയ പറഞ്ഞു, ഒറ്റ വിഷയമായിട്ടുണ്ടാവുക. അതായത് മദ്ഹാണെങ്കിൽ മൊത്തം മധുവുമായി ബന്ധപ്പെട്ട വരികൾ, ഗസലാണെങ്കിൽ, അല്ലെങ്കിൽ ഹിജ ആണെങ്കിൽ, റസ ആണെങ്കിൽ, ആ എന്താണോ വിഷയം അതായിട്ടുണ്ടാവുക. അതായത് ട്രഡീഷണൽ പോയംസ് പോലെ, ഖസീദ പോലെ അല്ല എന്നുള്ളതാണ് അൽ വഹ്ദത്തുൽ ഉളവിയ, ഒറ്റ വിഷയമായിരിക്കുക എന്നുള്ളത്. പിന്നെ അത്തവജുഹു ഇലാ മുഹാവലത്തി തഖ്ലീദുൽ ഗദബിൽ ഗർബി. വെസ്റ്റേൺ ലിറ്ററേച്ചറിനാണ് കൂടുതൽ എന്ത് ചെയ്യുക, തക്ലീദ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിട്ടുണ്ടാവും ഷിയറുൽ അറബിയിൽ ഉണ്ടാകുക. കൂടുതൽ വെസ്റ്റേൺ ലിറ്ററേച്ചറിലുള്ളത് ഇവിടെ കാണാൻ പറ്റും ഷിയറുൽ അറബിയിൽ ഹദീസിൽ. പിന്നെ യഹ്തവി അൽ റംസിയ, സിംബോളിസം, റുമൂസുകൾ, സിംബൽസുകൾ, തഷ്ബീഹാത്ത്, തംസീലാത്തൊക്കെ ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ ഖുസൂസിയാത്താണ്, ഖസായിസ് ഷിയറുൽ അറബിയിൽ ഹദീസ്. നെക്സ്റ്റ് വൺ. മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. മൂപ്പര് അപ്പർ ഈജിപ്തിലെ മൻഫലൂത്ത് എന്നുള്ള പട്ടണത്തിലാണ് ജനിക്കുന്നുള്ളത് 1876. ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും പ്രശസ്തമായ ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നുള്ളത്. 9-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കുന്നു. ഹഫിദൽ ഖുർആൻ അൽ കരീമ കുല്ലഹു വഹുവ ഫിത്താസിയത്തി മിൻ ഉംരിഹി. പിന്നീട് കൈറോയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ്, ജാമിയയിലാണ് പിന്നീട് പഠിക്കുന്നുള്ളത്. അവിടെ വെച്ചാണ് തൻ്റെ ദീനി പഠനങ്ങളൊക്കെ ഇമാം മുഹമ്മദ് അബ്ദുവുമായി പരിചയപ്പെടുന്നുള്ളതും മുഹമ്മദ് അബ്ദുവിൽ നിന്ന് തൻ്റെ ദീനി പഠനങ്ങളൊക്കെ പഠിക്കുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തജ്രിബ അൽ അദബിയ, അദ്ദേഹം കൂടുതൽ ഹിഫ്ള് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അബൂ തമാമിൻ്റെ ഷുറാക്കളെ വായിച്ചിരുന്നു, പഠിച്ചിരുന്നു. അബൂ തമാം പോലെയുള്ള ഷുറാക്കൾ, ബഹ്തിരി, ഷെരീഫ് റിള, മുത്തനബിയെ പോലുള്ളവരെ കവിതകളൊക്കെ മനഃപ്പാടമാക്കുകയും അതുപോലെ തന്നെ ദിറാസ അത് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നസർ ഗദ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇബ്നു മുഖഫൈൻ്റെ രചനകൾ, അതുപോലെ തന്നെ ജാഹിൽ, ഇബ്നു അബ്ദുറബ്ബ്, അസ്വഹാനി, ഇബ്നു ഖൽദൂന് അതൊക്കെ മൂപ്പര് വായിച്ചിരുന്നു. അതാണ് മൂപ്പർക്ക് എഴുത്തിൽ കൃത്യമായൊരു ഉസ്ലൂബ് ഉണ്ടാക്കി കൊടുത്തതെന്നർത്ഥം. അതുപോലെ തന്നെ അദ്ദേഹം മജല്ലാത്തുകൾക്ക്, ചില മാഗസിൻസുകളൊക്കെ കൃത്യമായിട്ട് രചനകൾ അയച്ചു കൊടുക്കുമായിരുന്നു. ഫലാഹ്, ഹിലാല്, ജാമിയ, ഉംദ അങ്ങനെയുള്ള മാഗസിനിലൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പബ്ലിഷ് ചെയ്യുമായിരുന്നു. മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുഅല്ലഫാത്തുകൾ, രചനകൾ. നളറാത്ത്, അബറാത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങൾ. അതായത് ഖിസസ്, മജ്മുഅ മിനൽ ഖിസസ്, നളറാത്ത്, അബറാത്ത്. അതുപോലെ തന്നെ തർജമാത്ത്, അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് പല എന്താ പറയുക കിതാബുകളും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്തഹറ അൽ മൻഫലൂത്തി ബി തർജുമാതിഹി ലിഅദദി മിനൽ അഅമാലിൽ അദബിയ അൽ ഗർബിയ ഇല ലുഗ അൽ അറബിയ ഖാസത്തൻ അൽ അദബ് അൽ ഫറൻസി. മിൻ അബ്രസി തർജുമാതിഹി മജ്ദൂലീൻ അല്ലത്തി തർജമ മിനൽ ഫറൻസിയ. അതുപോലെ തന്നെ ഫി സബീലി താജി എന്നുള്ളത് അത് ഫ്രഞ്ചിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഷായറും. ഇവിടെ 3 പറഞ്ഞത്, മജ്ദൂലീൻ, ഫി സബീലി താജ്, അതുപോലെ തന്നെ അഷായർ. അതുപോലെ മറ്റു ട്രാൻസ്ലേറ്റഡ്
കിതാബുകളൊക്കെ ഉണ്ട്, ഫളീല പോലത്തൊക്കെ. വഫാത്തുഹു തുവഫിയ മുസ്തഫ ലുത്ഫി മൻഫലുത്തി ഫി 1924 വഫാത്താവുന്നുള്ളത്. വലാകിന്നഹു തറക ഇർസൻ സഖാഫിയൻ അമീകൻ أثر في الأدب العربي وفتح الأفق لمزيد من الحوار بين الأدبيين الشرقي والغربي. നെക്സ്റ്റ് നജീബ് മഹ്ഫൂദ് 1911 ജനിക്കുന്നുള്ളത് കൈറോയിലെ ഹയ്യുൽ ജമാലിയിൽ വെച്ച്. പിന്നീട് അവിടെയുള്ള ഏറ്റവും പ്രൊമിനൻ്റ് റൈറ്റേഴ്സിനെ കാണുന്നു, അവരിൽ നിന്ന് ഖിറാഅത്ത് കിതാബത്തൊക്കെ പഠിക്കുന്നു. അതുപോലെ തന്നെ ജാമിയത്ത് ഫുആദുൽ അവ്വൽ ലിറ്ററേച്ചർ ഫാക്കൽറ്റിയിൽ ജോയിൻ ചെയ്യുന്നു 1930. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഈ കിതാബത്ത് ബേസ്ഡ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം റിവായ, നോവലുകൾ, മക്കാല, ആർട്ടിക്കിൾസ്, ഖിസസ്, ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രശസ്തിയൊക്കെ ലഭിച്ചത് 1950-60 കാലഘട്ടത്തിലൊക്കെയാണ്. 1988 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് ലഭിച്ചു. ഹസല അല ജായിസത്തി നോബൽ ഫിൽ അദബ് അവ്വലു കാത്തിബ് അറബി യഫൂസ് ബിഹാദിഹിൽ ജായിസത്തിൽ മർമൂക്ക. ആദ്യത്തെ അറബിക് റൈറ്ററാണ് ഇങ്ങനെ നോബൽ പ്രൈസ് കിട്ടുന്നുള്ള, ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടുന്നുള്ള നജീബ് മഹ്ഫൂദ് 1988. അതുപോലെ തന്നെ കാന മഹ്ഫൂദ് ഉദുവൻ ഫിൽ അദീദ് മിനൽ അൻദിയത്തിൽ അദബിയ വസഖാഫിയ, കൾച്ചറൽ അതുപോലെ തന്നെ സാഹിത്യ പല കമ്മിറ്റിയുടെയൊക്കെ അംഗമായിരുന്നു നജീബ് മഹ്ഫൂദ്. വതഅറള ഫി മസീറത്തി ലിബഅദിൽ അസ്മാത് അസിയാസിയ വൽ ഇജ്തിമായിയ. അതോടൊപ്പം അദ്ദേഹം വിസാറത്തുൽ ഔഖാഫിൻ്റെ ഒക്കെ അംഗമായിരുന്നു. അത് കാരണത്താൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ പല വ്യത്യസ്ത ക്രൈസിസുകളൊക്കെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔലാദി ഹാറത്തിന എന്നുള്ളൊരു റിവായുണ്ട്, നോവല്. അത് കാരണം അദ്ദേഹം അത് ഒരു റിലീജിയസ് ഗ്രന്ഥമാണ്, നോവലാണ്. അതിൽ പല മതകീയ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചത് കാരണത്താൽ, ചില പ്രൊവക്കേറ്റീവായ വിഷയങ്ങളുള്ളത് കാരണത്താൽ 1994 അസാസിനേഷന് വരെ വിധേയമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുഅല്ലഫാത്താണ് ചർച്ച ചെയ്യുന്നുള്ളത്. അഅ്വാം എന്നുള്ള സീറ ദാത്തിയ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി. പിന്നീട് അബസുൽ അഖദാർ, സറാബ്, ഖസ്റു ഷോക്ക്, ബൈനൽ ഖസ്റൈൻ, ഔലാദു ഹാറത്തിന, അല്ലിസു വൽ കിലാബ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കിതാബുകളാണ്. അതുപോലെ തന്നെ മജ്മുആത്തുഹു അൽ ഖിസസിയ, അതാണ് ഹംസുൽ ജുനൂൻ. ഇത് മജ്മുആത്തുഹു അൽ ഖിസസിയാണ്, ഹംസുൽ ജുനൂൻ. ഓക്കെ. അതുപോലെ തന്നെ മറ്റു മജ്മുഅത്തുൽ ഖിസസാണ് ഹിക്കായ ബിലാ നിദായ ബിലാ നിഹായ, അൽ ഹുബ് ഫൗക ഹദബത്തിൽ ഹറം, അശ്ശൈത്താൻ യഇൽ എന്നുള്ള മറ്റു കിതാബുകൾ. തൂഫിയ നജീബ് മഹ്ഫൂദ് ഫി ഹയ്യിൽ അജൂസ ബിൽ ജീസ അൻ ഉംരി നാഹസ് 95 ആമൻ 95. 95 വയസ്സാണ് മൂപ്പർക്കുള്ളത്. 2006 വഫാത്താവുന്നുള്ളത്. ഓക്കെ. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.